ഹായ്, ഇന്നത്തെ നമ്മുടെ ലെസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസണാണ്. വളരെ നമുക്കെപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു ഫ്രേസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ ഇമോഷണലായിട്ട് സംസാരിക്കേണ്ടി വരാറുണ്ട് ചിലപ്പോഴൊക്കെ. ചിലപ്പോൾ അത് വളരെ ദേഷ്യത്തിലാവാം, അതല്ലെങ്കിൽ വളരെ സന്തോഷത്തിലാവാം, അതുമല്ലെങ്കിൽ സങ്കടത്തിലാവാം, അതല്ലെങ്കിൽ വളരെ സ്നേഹത്തോടു കൂടിയാവാം, പ്രണയത്തോടു കൂടിയാവാം, ഇതൊക്കെ ആവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇമോഷണലായിട്ട് സംസാരിക്കേണ്ടി വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫ്രേസ് ആണ് ആസ് ലോങ് ആസ്. നമ്മൾ പറയാറുണ്ട്, ഞാൻ ജീവനുള്ളിടത്തോളം കാലം നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, എനിക്ക് പൈസയുള്ളിടത്തോളം കാലം ഞാൻ നിന്നെ സംരക്ഷിക്കും. അതല്ലെങ്കിൽ വളരെ ദേഷ്യത്തിലാവാം, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ ആ ഒരു കാര്യം ഞാൻ മറക്കില്ല. അതല്ലെങ്കിൽ വളരെ പ്രണയത്തോടു കൂടി, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിന്നെ ഞാൻ സ്നേഹിക്കും. ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ സാധാരണ ജീവിതത്തിൽ ആവശ്യം വരാറുണ്ട്. ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വളരെ മനോഹരമായ ഒരു ഫ്രേസ് ആണ് ആസ് ലോങ് ആസ്. ഇന്ന് നമ്മൾ ആസ് ലോങ് ആസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് പഠിക്കുന്നത്. ആസ് ലോങ് ആസ് എന്നത് ഒരു കൺജങ്ഷൻ ആണ്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം നമുക്ക്. എനിക്ക് ജീവനുള്ള കാലത്തോളം എന്ന് പറയുന്നത് ആസ് ലോങ് ആസ് ഐ ലിവ്. എനിക്ക് പൈസയുള്ള കാലത്തോളം എന്ന് പറയാനാണെങ്കിൽ ആസ് ലോങ് ആസ് ഐ ഹാവ് മണി. നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം എന്ന് പറയാനാണെങ്കിൽ ആസ് ലോങ് ആസ് യു ലൈക്ക്. ഇതൊക്കെ നമുക്ക് ആസ് ലോങ് ആസ് ഉപയോഗിച്ച് പറയാൻ പറ്റിയതാണ്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഫ്യൂച്ചർ ഐഡിയയാണ് അല്ലേ? പക്ഷേ നമ്മളവിടെ ഫ്യൂച്ചർ ടെൻസിൽ അല്ല പറയേണ്ടത്. ആസ് ലോങ് ആസ് ഐ ലിവ് എന്ന് പറയുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്നായി. ആസ് ലോങ് ആസ് ഐ വിൽ ലിവ് എന്ന് പറയേണ്ടതില്ല. ആസ് ലോങ് ആസ് ഐ ലിവ്. വളരെ കോമൺ ആയിട്ട് ആസ് ലോങ് ആസിൻ്റെ ഉപയോഗം ഇത്തരം കാര്യങ്ങൾ പറയുന്നതിനാണ്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് ഓരോന്നായിട്ട് നോക്കാം. ഐ വിൽ റിമെമ്പർ ദാറ്റ് ഡേ ആസ് ലോങ് ആസ് ഐ ലിവ്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആ ദിവസം ഞാൻ ഓർക്കും. ഐ വിൽ റിമെമ്പർ, ഞാനത് ഓർക്കും. ചിലപ്പോൾ അത് നല്ല ഒരു ദിവസമായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ചീത്ത ദിവസമായിരിക്കാം. എന്തായാലും ഐ വിൽ റിമെമ്പർ ദാറ്റ് ഡേ ആസ് ലോങ് ആസ് ഐ ലിവ്. ഈ ആസ് ലോങ് ആസിന് നമുക്ക് ആ ഒരു ക്ലോസ് നമുക്ക് ആദ്യം സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിലും വയ്ക്കാം. ആസ് ലോങ് ആസ് ഐ ലിവ്, ഐ വിൽ റിമെമ്പർ ദാറ്റ് ഡേ. അങ്ങനെ പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. യു ക്യാൻ സ്റ്റേ വിത്ത് അസ് ആസ് ലോങ് ആസ് യു ലൈക്ക്. യു ക്യാൻ സ്റ്റേ വിത്ത് അസ്. സ്റ്റേ ചെയ്യുക മീൻസ് താമസിക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ താമസിക്കാം. ആസ് ലോങ് ആസ് യു ലൈക്ക്, നീ ഇഷ്ടപ്പെടുന്നത് വരെ. യു ലൈക്ക്. യു ക്യാൻ സ്റ്റേ വിത്ത് അസ് ആസ് ലോങ് ആസ് യു ലൈക്ക്. ഐ വിൽ കണ്ടിന്യൂ ടു ഹെൽപ്പ് യു ആസ് ലോങ് ആസ് ഐ ഹാവ് മണി. എനിക്ക് പൈസ ഉള്ളിടത്തോളം കാലം. ഐ വിൽ കണ്ടിന്യൂ ടു ഹെൽപ്പ് യു. കണ്ടിന്യൂ ചെയ്യുക മീൻസ് തുടരുക. ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക. സഹായിക്കുക എന്ന കാര്യം ഞാൻ തുടർന്നുകൊണ്ടിരിക്കും. ആസ് ലോങ് ആസ് ഐ ഹാവ് മണി, എനിക്ക് പൈസയുള്ളിടത്തോളം കാലം ഞാൻ നിന്നെ സഹായിച്ചു കൊണ്ടിരിക്കും എന്നർത്ഥം. ആസ് ലോങ് ആസ് ഐ ലിവ്, ഐ ലവ് യു. ഐ വിൽ ലവ് യു ആസ് ലോങ് ആസ് ഐ ലിവ്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിന്നെ ഞാൻ സ്നേഹിക്കും. ആസ് ലോങ് ആസ് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെ: ജീവനുള്ള കാലത്തോളം, പൈസയുള്ള കാലത്തോളം എന്നൊക്കെ ഒരു ഫ്യൂച്ചർ കൺസെപ്റ്റ്, ഒരു ഫ്യൂച്ചർ ഐഡിയ പറയുന്നതിനാണ്. ഇനി വേറെ ഒരു യൂസ് ആസ് ലോങ് ആസിന് നമുക്ക് ഉപയോഗിക്കാം. അത് ഒരു കണ്ടീഷൻ പറയുമ്പോൾ. അങ്ങനെയാണെങ്കിൽ, ഓൺ കണ്ടീഷൻ ദാറ്റ്. ഫോർ എക്സാമ്പിൾ, ഐ വിൽ വാഷ് ദ പ്ലേറ്റ്സ് ആസ് ലോങ് ആസ് യു ഹെൽപ്പ് മീ. നിങ്ങൾ എന്നെ സഹായിക്കുകയാണെങ്കിൽ എന്നാണ് അവിടെ മീനിങ്. നിങ്ങൾ എന്നെ സഹായിക്കുകയാണെങ്കിൽ, ആസ് ലോങ് ആസ് യു ഹെൽപ്പ് മീ, നിങ്ങൾ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ പ്ലേറ്റ്സ് ഒക്കെ വാഷ് ചെയ്യാം. അപ്പോൾ പ്ലേറ്റ്സ് വാഷ് ചെയ്യുന്നതിന് ഒരു കണ്ടീഷനുണ്ട്. അവിടെ ആസ് ലോങ് ആസ് ഒരു കണ്ടീഷൻ സൂചിപ്പിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ആസ് ലോങ് ആസ് യു ഹെൽപ്പ് മീ, ഐ വിൽ വാഷ് ദ പ്ലേറ്റ്സ്. വേറൊരു എക്സാമ്പിൾ, ഐ വിൽ ഗിവ് യു മൈ കാർ ആസ് ലോങ് ആസ് യു ആർ കെയർഫുൾ വിത്ത് ഇറ്റ്. ഞാൻ എൻ്റെ കാറ് നിനക്ക് തരാം. അതിനൊരു കണ്ടീഷനുണ്ട്. എന്താ അത് കണ്ടീഷൻ? ആസ് ലോങ് ആസ് യു
ആർ കെയർഫുൾ വിത്ത് ഇറ്റ്. ആസ് ലോങ് ആസ് യു ആർ കെയർഫുൾ വിത്ത് ഇറ്റ്. നിങ്ങൾ ആ ഒരു കാറുമായിട്ട് വളരെ കെയർഫുള്ളായിട്ട് അത് സൂക്ഷിക്കണം, വളരെ കെയർഫുൾ ആയിരിക്കണം ഡ്രൈവ് ചെയ്യുന്ന കാര്യത്തിൽ എന്നൊക്കെയാണ് ആ പറയുന്നത്. ഇനി ആസ് ലോങ് ആസിൻ്റെ വേറൊരു യൂസ്, ഒരു സ്ട്രെസ്, ഒരു കാര്യത്തിന് കൂടുതൽ എംഫസിസ് കൊടുക്കാൻ, കൂടുതൽ ഫോഴ്സ് കൊടുക്കാൻ ആസ് ലോങ് ആസ് ഉപയോഗിക്കാം, പ്രത്യേകിച്ചും ഒരു ടൈമിൻ്റെ കാര്യത്തിൽ. ഒരു എക്സാമ്പിൾ, ഇറ്റ് ക്യാൻ ടേക്ക് ആസ് ലോങ് ആസ് 2 hours ടു ഡ്രൈവ് ടു ദി എയർപോർട്ട്. എയർപോർട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുന്നതിന് ഈ 2 hours ഒക്കെ പിടിക്കും, 2 hours വരെ പിടിക്കാം എന്നുള്ളതാണ്. ചിലപ്പോൾ 2 hours അതിനേക്കാളും കുറഞ്ഞ സമയമായിരിക്കാം. ആസ് ലോങ് ആസ് 2 hours. അപ്പോൾ 2 hours എന്നുള്ള ആ ഒരു ടൈമിനെ ഒന്ന് സ്ട്രെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ആസ് ലോങ് ആസ് ഉപയോഗിക്കുന്നത്. ആസ് ലോങ് ആസ് 2 hours. ഡോക്യുമെൻറ്റ്സ് ക്യാൻ ടേക്ക് ആസ് ലോങ് ആസ് 30 minutes ടു അപ്ലോഡ് ഓൺ ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് ചില ഡോക്യുമെൻറ്റ്സൊക്കെ അപ്ലോഡ് ചെയ്യാൻ കൂടുതൽ സമയമെടുക്കും അല്ലേ? അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ക്യാൻ ടേക്ക് ആസ് ലോങ് ആസ് 30 minutes ടു അപ്ലോഡ് ഓൺ ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്യാൻ 30 minutes ഒക്കെ ഡോക്യുമെൻറ്റ്സ് എടുക്കും. ആസ് ലോങ് ആസ് 30 minutes. ആ 30 minutesന് ഒരു സ്ട്രെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു എംഫസിസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ആസ് ലോങ് ആസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആസ് ലോങ് ആസിൻ്റെ ഉപയോഗങ്ങൾ. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഒരു സെൻറ്റൻസ് എക്സാമ്പിളായിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട.